ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. മാർക്കറ്റ് ഇന്ന് നല്ല രീതിയിൽ താഴേക്ക് പോന്നു. പേഴ്സൻറ്റേജ് വെച്ച് നോക്കി 1% ഇടിഞ്ഞിട്ടുള്ളൂ. അത് വലിയ ഇടിവൊന്നുമല്ല. കഴിഞ്ഞ ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു, ഇവിടെ 5 മാസം മുമ്പെന്നാണ് കാണിക്കുന്നത്. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിഫ്റ്റി 22,500 വരുമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 22 താഴെയുള്ള ആ സമയത്താണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. ഉടനെ തന്നെ ഒരു മാസം കൊണ്ട് തന്നെ അത് 22,500 വന്നു. അതായത് മാർച്ച് മാസം കുറച്ചായപ്പോഴത്തേക്ക് 22,500 വന്നു. പിന്നീട് ഏപ്രിലായപ്പോൾ 22,500 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. പിന്നെ മെയ് ആയപ്പോൾ 22,500 തന്നെ വന്നിട്ട് അത് താഴേക്ക് പോയി. അപ്പോൾ ഈ ഒരു ഫിഗർ നമ്മൾ 5 മാസം മുമ്പ് പറഞ്ഞായിരുന്നു ഇത് ഇവിടെ വരുമെന്നുള്ളത്. പക്ഷേ അവിടെ തട്ടി നിന്നു. പിന്നീട് മെയ് കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് 22,500 മുകളിൽ പോയി ക്ലോസ് ചെയ്തു. ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ അന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ഇടിഞ്ഞു. പിറ്റേ ദിവസം തൊട്ട് റാലി സ്റ്റാർട്ട് ചെയ്തു. അതായത് നമ്മൾ ആ 22,500 പറഞ്ഞതിന് ശേഷം അത് ഒരു മാസം കൊണ്ട് അച്ചീവായി. ആ 22,500 തട്ടി കുറേ മാസങ്ങൾ മാർക്കറ്റ് നിന്നു. അതിന് ശേഷമാണ് പ്രീ ഇലക്ഷൻ റാലി സ്റ്റാർട്ട് ചെയ്ത് 23,000 മുകളിൽ പോയിട്ട് വീണ്ടും പൊട്ടിയിടിഞ്ഞ് ഇപ്പോൾ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് 25,000 അടുത്താണ്. അതായത് ഈ ഹൈ അതിൽ നിന്ന് ഇന്നത്തെയൊക്കെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ 24,500 സംതിങ് ആണ്. പക്ഷേ മാർക്കറ്റ് ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ വലിയ ഒരു റാലിയാണ് കാഴ്ചവെച്ചത്. അതിൻ്റെ കാരണം ഇലക്ഷൻ റിസൾട്ട് തന്നെയായിരുന്നു. റൂളിംഗ് പാർട്ടി അധികാരത്തിൽ വരുന്നു. എന്നാൽ ആ പാർട്ടി ഇപ്പോൾ ഒരു ബജറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. 23-ാം തീയതിയാണ് ബജറ്റ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മാർക്കറ്റിൽ എന്തും സംഭവിക്കാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 1000 പോയിൻറ്റിൻ്റെ ഡ്രോപ്പാണ്. അതായത് 23,500 അവിടെ നിൽക്കുമോ അതോ ഇതൊന്നുമില്ല മാർക്കറ്റ് കൂളായിട്ടങ്ങ് കയറിപ്പോകുമോ എന്ന് സംശയമുണ്ട്. പക്ഷേ കൂളായിട്ട് കയറിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. മാർക്കറ്റ് ഡ്രോപ്പ് ആകാൻ അല്ലെങ്കിൽ പൊട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതിൻ്റെ ഓരോ സിംറ്റങ്ങൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ പൊട്ടിന് മുമ്പ് മാർക്കറ്റ് നല്ല രീതിയിൽ കയറും. അതിൽ കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ്. ഇലക്ഷൻ്റെ അന്ന് റിസൾട്ടിൻ്റെ അന്ന് പൊട്ടുന്നതിൻ്റെ മുമ്പ് തലേ ദിവസമാണ് മാർക്കറ്റ് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്ത്, എവർ ഹൈ. അതേപോലെ തന്നെ ഇന്നലെയാണ് മാർക്കറ്റ് പുതിയ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഹൈയിലായിരുന്നു ഇന്ന് ഓപ്പണെങ്കിലും ഒട്ടും തന്നെ സസ്റ്റെയിൻ ചെയ്തില്ല. അവിടുന്ന് താഴേക്ക് പോരുകയാണ് ചെയ്ത്. 1000 പോയിൻറ്റോ അല്ലെങ്കിൽ 1500 പോയിൻറ്റിൻ്റെയോ ഒരു ഡൗൺ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാൻ ആളല്ല, പക്ഷേ സാധാരണ അങ്ങനെയാണ് കാണുന്നത്. അത് വെച്ചിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഈവൻ്റാണ്. പലരും അത് നിസ്സാരവൽക്കരിച്ച് കാണുന്നുണ്ട്. എന്നാൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഈവൻ്റാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഇനി ഈ പറഞ്ഞതുപോലെ മാർക്കറ്റ് പൊട്ടി എന്ന് വിചാരിച്ചു, ഡൗൺ ആയി എന്ന് വിചാരിച്ചു, അത് ലൈഫ് ടൈം അങ്ങനെ ഡൗൺ ആയി നിൽക്കുമൊന്നുമില്ല. മാർക്കറ്റ് താഴേക്ക് വന്നതിന് ശേഷം തിരിച്ചു കയറും. അപ്പോൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബജറ്റ് കഴിഞ്ഞതിന് ശേഷം ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട പോസിറ്റീവ്നെസ് വരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നമുക്ക് അനലൈസ് ചെയ്യാം. അത് ബജറ്റ് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ്. അതിൻ്റെ മുന്നേ ചെയ്ത് വെറുതെ ആ സ്റ്റോക്ക് ഇപ്പോൾ വാങ്ങി വെക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും നെഗറ്റീവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോസിറ്റീവ്നെസ് ആ സെക്ടറിലില്ലെങ്കിൽ സ്റ്റോക്ക് താഴേക്ക് പോകും. എന്തിനാ റിസ്ക് എടുക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയല്ലോ, ഇത്ര തിരക്കെന്താ? അപ്പോൾ ബജറ്റ് കഴിയട്ടെ, നമുക്ക് പോസിറ്റീവ്നെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റോക്കുകൾ കിട്ടും, അന്നേരം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അത്ര തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്നാൽ നമുക്ക് ചില എവർ ഗ്രീൻ ETF-കളുണ്ട്. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ETF-കൾ. മാർക്കറ്റ് താഴേക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ പോവുകയാണ് എന്ന് വിചാരിച്ചു. റെഡ് ക്യാൻഡിലുകൾ ക്രിയേറ്റായി വന്നു. അങ്ങനെ റെഡ് ക്യാൻഡിലിൻ്റെ അവസാനം ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുമല്ലോ. ആ ഗ്രീൻ ക്യാൻഡിൽ ഒരു ഘട്ടം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ETF-കളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ETF എന്ന് പറഞ്ഞാൽ ഒരു തരം മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. അതിൽ എവർ ഗ്രീൻ ആയിട്ടുള്ള ETF-കളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഈ ETF താഴേക്ക് പൊയ്ക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. എന്നാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഈ ETF മുകളിലേക്ക് പോകണം. ഇത് നമുക്കൊരു സ്റ്റോക്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റോക്ക് മുകളിലേക്ക് പോകുക, അത് അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കും. ന്യൂസുകൾ, കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ആശ്രയിച്ചിരിക്കും അത് മുകളിലേക്ക് പോകണോ താഴേക്ക് പോകണോ എന്ന് തീരുമാനിക്കാനായിട്ട്. എന്നാൽ ETF-കൾ അങ്ങനെയല്ല, അത് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിലെ ഒരു കമ്പനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കരുതി, അല്ലെങ്കിൽ 2 കമ്പനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കരുതി, അല്ലെങ്കിൽ ഒരു സെക്ടറിന് എന്തെങ്കിലും പറ്റിയെന്ന് കരുതി അതിനെ വലിയ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യില്ല. എൻ്റയർ എക്കണോമിയിൽ അല്ലെങ്കിൽ എൻ്റയർ മാർക്കറ്റിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രമേ ETF-കൾക്ക് പ്രശ്നമുള്ളൂ. പിന്നെ സെക്ടോറൽ ETF ഇതിനൊരു അപവാദമാണ്. കാരണം ആ സെക്ടറിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ സെക്ടറിലെ കമ്പനി മാത്രമേ അതിനുള്ളൂ. അതുകൊണ്ട് സെക്ടോറൽ ETF എക്സെപ്ഷണൽ കേസാണ്. എന്നാൽ ഈ വീഡിയോയിൽ നമുക്ക് അങ്ങനെയല്ലാത്ത കുറച്ച് ETF-കൾ പരിചയപ്പെടാം. അതായത് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഒരു 500 പോയിൻറ്റ് ഡൗൺ ആകുമ്പോൾ നിങ്ങളൊരു ആദ്യത്തെ ഘട്ടം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു.
വീണ്ടും ഒരു 500 പോയിൻറ്റ് ഡൗൺ ആകുകയാണെങ്കിൽ വീണ്ടും രണ്ടാമത്തെ ഘട്ടം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ഒരു 500 പോയിൻറ്റ് ഡൗൺ ആകുകയാണെങ്കിൽ മൂന്നാമത്തെ ഘട്ടം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ 3 ഘട്ടത്തിൻ്റെ ആവശ്യം വരുള്ളൂ. ഇതിൽ കൂടുതൽ ഡൗൺ ആകാനുള്ള സാധ്യതയില്ല. ആകുകയാണെങ്കിൽ, ആയില്ല എങ്കിൽ നമുക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ സ്റ്റോക്കുകളും ETF-കളും ഒക്കെ ഉണ്ട്. മുകളിലേക്ക് കയറി പോകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇത് ഡൗൺ ആകുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊരു സ്ട്രാറ്റജിയാണ്. അല്ലെങ്കിൽ നിഫ്റ്റി താഴേക്ക് പോകുമ്പോൾ നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രീൻ ക്യാൻഡിൽ, ഡെയിലി ചാർട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രീൻ ക്യാൻഡിലിൽ അന്ന് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നോക്കിയിട്ട് ബാക്കി ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാം. കാരണം വീണ്ടും താഴേക്കാണ് പോകുന്നതെങ്കിൽ രണ്ടാമത്തെ ഘട്ടം തുടങ്ങാം. ഇതേപോലെ തന്നെ ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ വീണ്ടും താഴേക്ക് പോകുന്നു, വീണ്ടും ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ മൂന്നാമത്തെ ഘട്ടം തുടങ്ങാം. ഇങ്ങനെ 3 ഘട്ടത്തിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. എന്നാലും ഒരു 4-5 ഘട്ടം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാപിറ്റൽ നമ്മൾ മാറ്റി വെച്ചിരിക്കണം. അത് നമ്മൾ കരുതിയിരിക്കണം. ഇത് ഒറ്റയടിക്കല്ല താഴേക്ക് പോകുന്നത്. ചിലപ്പോൾ 1-2 മാസങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം താഴേക്ക് പോകുകയാണെങ്കിൽ ഒറ്റയടിക്കൊക്കെ 500-600 പോയിൻറ്റ് അങ്ങനെയൊക്കെ പോകാം. 2-3 ദിവസം കൊണ്ട് അങ്ങനെ പോയ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം മനസ്സിൽ വെച്ചോളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എപ്പോഴാണ് ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി ഏതൊക്കെ ETF-ലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ലിസ്റ്റ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തരാം. ഒന്നാമത്തെ ETF ഇന്ന് 8% മുകളിൽ ഇടിഞ്ഞ ഒരു ETF ഉണ്ട്. HDFC S&P BSE 500 ETF. ഈ ETF ഞാനൊന്ന് തുറക്കുകയാണ്. 1 ഇയർ ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. സ്റ്റേബിളായിട്ട് മുകളിലേക്ക് പോകുന്ന ചാർട്ട്. ഭീകരമായിട്ട് സ്റ്റോക്ക് കിട്ടുന്ന റിട്ടേൺ ഒന്നും പ്രതീക്ഷിക്കേണ്ട. നല്ല മാന്യമായിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടും. ഈ വർഷം തുടക്കത്തിലെ വില ഏതാണ്ട് ഒരു 26 രൂപയൊക്കെ ആയിരുന്നു. ഇത് ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ മുകളിലേക്ക് പോയത്, 44 രൂപ. 100% ഗ്രോത്ത് ഇല്ല, എന്നാൽ വലിയ കുഴപ്പമില്ലാത്തൊരു റിട്ടേൺ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. 52 വന്ന 100% ആയനെ. അപ്പോൾ നമുക്കൊരു 80 വല്ലോ ശതമാനം ആകും. ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല. അത് മോശമില്ലാത്ത റിട്ടേൺ ആണല്ലോ. ഈ ഒരു ETF-ൻ്റെ പ്രൈസ് ഇന്ന് 8% ഡ്രോപ്പായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. 38.29 ഇതിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനിത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് തന്നെയായിരുന്നു. അപ്പോൾ ഇനിയും ഇത് താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നല്ലൊരു ETF ആണ് HDFCയുടെ ഈ ഒരു ETF. പേര് ക്ലിയർ ആകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പേരിവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ക്ലിയർ ആയിട്ട് കാണാം. അഥവാ ക്ലാരിറ്റി ഇല്ല എങ്കിൽ HD-യിൽ ഇടുക. യൂട്യൂബ് വീഡിയോ നമ്മൾ HD ക്ലാരിറ്റിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതിൽ തന്നെയാണ് അപ്ലോഡും ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മൊബൈലിൽ HD ക്വാളിറ്റി അല്ലാത്ത SD-ലോ വല്ലതും കിടന്നു കഴിഞ്ഞാൽ ക്ലാരിറ്റി കുറഞ്ഞ് കാണും. അപ്പോൾ ചിലപ്പോൾ ഇത് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് ക്ലാരിറ്റി കൂട്ടിയിടുക. നമ്മുടെ രണ്ടാമത്തെ ETF ആണ് HDFC മൊമെൻറ്റ് എന്ന് പറയുന്ന ETF. ഇത് HDFCയുടെ തന്നെയാണ്. 3% മുകളിൽ ഇന്ന് ഇടിഞ്ഞിട്ടുണ്ട്. 35 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്ക് ചാർട്ട് ഒന്ന് കണ്ടു കളയാം. 1 വർഷത്തെ ചാർട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചാർട്ടാണ് നമ്മൾ കാണുന്നത്. ഏതാണ്ട് 21 രൂപയായിരുന്നു ഈ വർഷം തുടക്കത്തിൽ, അതായത് 1 വർഷം മുമ്പത്തെ പ്രൈസ്. അത് ഹൈ പോയേക്കുന്നത് 37 സംതിങ് വരെയാണ്. ഇന്ന് 35-ലാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ന്യായമായ ഒരു റിട്ടേൺ ഈ ഒരു ETF നമുക്ക് തന്നിട്ടുണ്ട്. ഓർക്കുക, മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ ETF റിട്ടേൺ തരില്ല. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴാണ് ETF റിട്ടേൺ തരുള്ളൂ. എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. അതായത് ചില സെക്ടോറിയൽ ETF-കൾ ഇതിന് അപവാദമാണ്. ഫോർ എക്സാമ്പിൾ IT ബീസ് പോലെയുള്ള IT സെക്ടർ, FMCG സെക്ടറിലെ FMCG ബീസ്, ഫാർമ സെക്ടറിലെ ഫാർമ ബീസ്, ഇതൊക്കെ ആ സെക്ടറുകൾ മുകളിലേക്ക് പോകുമ്പോൾ റിട്ടേൺ തരുന്ന ETF-കളാണ്. മാർക്കറ്റ് താഴേക്കാണെങ്കിലും ചില സെക്ടറുകൾ മുകളിലേക്ക് പോകും. ആ സമയത്ത് അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. മാർക്കറ്റ് താഴേക്കാണെങ്കിലും നമുക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് കുറവാണെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ HDFC മൊമെൻറ്റ് എന്ന് പറയുന്ന ETF നിങ്ങൾക്ക് ഏതൊരു കാലാവസ്ഥയിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ETF ആണ്. മാർക്കറ്റ് ഡൗൺ ആകുവാണെങ്കിൽ പരിഗണിക്കാം. അടുത്ത CPSE ETF ഗവൺമെൻറ് കമ്പനികളുടെ ETF ആണ്. ഇത് കഴിഞ്ഞ വർഷം തന്ന റിട്ടേൺ ഭയങ്കര വലുതാണ്. ഇനിയും ഈ റിട്ടേൺ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഇതൊരു സെക്ടോറിയൽ ETF ആണ്. അതുകൊണ്ട് തന്നെ ശകലം റിസ്ക് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. ഭീകര റിട്ടേൺ ആണ് ഇതിന് കിട്ടുക. കാരണം 44-43 പ്രൈസിങ് 1 വർഷം മുമ്പ്. 105-ന് മുകളിൽ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 100% അല്ല, അതിൻ്റെ മുകളിൽ റിട്ടേൺ കിട്ടിയ ETF ആണ്. പക്ഷേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഭാഗം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഉള്ള പൈസ മൊത്തം ഇതിൽ കൊണ്ടുപോയി ഇടരുത്. ഗവൺമെൻറ് കമ്പനികളാണ് ഇതിൽ ഉള്ളത്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ക്യാപിറ്റലിൻ്റെ 20-1 ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത് മിറായി അസറ്റിൻ്റെ നിഫ്റ്റി 200 ആൽഫ 30 ETF ആണ്. ആൽഫ ETF എന്നാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം. ഇവിടെ നിങ്ങൾക്ക് കാണാം ആൽഫ ETF. വളരെ മനോഹരമായിട്ടുള്ളൊരു ചാർട്ടാണ്. 16 രൂപ 17 രൂപ വരെ ഉണ്ടായിരുന്ന ETF 29 രൂപ വരെ പോയി. ഇന്ന് നല്ലൊരു ഡ്രോപ്പാണ് വന്നിരിക്കുന്നത്. ഇത്
നിങ്ങൾക്ക് ഏതൊരു കാലാവസ്ഥയിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പരിഗണിക്കാവുന്നതാണ്. അടുത്തത് മോൺ 100 എന്ന് പറയുന്ന ETF ആണ്. അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF ആണ്. നാസ്ഡാക്ക് 100 എന്ന ബെഞ്ച് മാർക്കിനെയാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഇന്ന് 2.74% ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ചാർട്ട് നോക്കാം. വളരെ മനോഹരമായ ഒരു ചാർട്ടാണ്. 125 രൂപയൊക്കെ ഉണ്ടായിരുന്ന ഈ ഒരു ETF 175 വരെ പോവുകയുണ്ടായി. ഇപ്പോൾ 162ലാണ് ഈ ഒരു ETF നിൽക്കുന്നത്. ഇതിൻ്റെ ഷോർട്ട് ഫോം മോൺ 100 എന്നാണ്. ഇതിൻ്റെ ഫുൾ ഫോം മോട്ടിലാൽ ഓസ്വാൾ നാസ്ഡാക്ക് 100 ETF എന്നാണ്. ഏതൊരു കാലാവസ്ഥയിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ETF ആണ്. അടുത്തത് നിപ്പോൺ ഇന്ത്യയുടെ ETF ജൂനിയർ ബീസ് എന്ന് പറയുന്ന ETF ആണ്. അതിൻ്റെ ഷോർട്ട് ഫോം ജൂനിയർ ബീസ് എന്നാണ്. ഫുൾ ഫോം നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാം. വളരെ നല്ലൊരു ETF ആണ്. ഈ വർഷം ആദ്യം 477 രൂപയൊക്കെ ഉണ്ടായിരുന്നു, 800 മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ക്രാഷ് പോലെ താഴേക്ക് വരുന്നുണ്ട്. മാർക്കറ്റ് ഇടിയുമ്പോൾ നമുക്ക് പരിഗണിക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ പരിഗണിക്കാവുന്ന നല്ലൊരു ETF ആണിത്. അടുത്ത അമേരിക്കൻ മാർക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫാങ് എന്ന് പറയുന്ന ETF മിറായി അസറ്റിൻ്റെ NYSE FANG പ്ലസ് ETF ആണ്. ഇതിൻ്റെ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. അമേരിക്കൻ മാർക്കറ്റ് ഒരുപാട് ഇടണമെന്നൊന്നുമില്ല. ഇത് ഈ വർഷം ആദ്യം ഇതിൻ്റെ ഒരു പ്രൈസ് 64 രൂപയായിരുന്നു. ഇത് 101 രൂപ വരെ പോവുകയുണ്ടായി. ഇപ്പോൾ കുറച്ച് ഡൗണിലേക്കാണ് പോന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഇടിയുമ്പോൾ താഴേക്ക് പോകും, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കയറുമ്പോൾ കയറിക്കോളും. അപ്പോൾ ഈ ഒരു ETF നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അടുത്ത ETF ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം ICICI Prudentialൻ്റെ നിഫ്റ്റി 200 മൊമെൻറ്റം 30 ETF. അത് ഓൾറെഡി നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. HDFCയുടെ ETF അതിലുണ്ട്. അപ്പം ഇത് ICICIയുടെ അതിൻ്റെ മറ്റൊരു ETF ആണ്. ഏതെങ്കിലും ഒന്നിൽ നിക്ഷേപിച്ചാൽ മതി. അതുകൊണ്ട് അത് ഒഴിവാക്കാം. ഒന്നെങ്കിൽ ICICI പരിഗണിക്കാം, അല്ലെങ്കിൽ HDFC പരിഗണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പരിഗണിക്കാം. അടുത്തത് നെക്സ്റ്റ് 50 എന്ന് പറയുന്ന ETF. ഇത് നമുക്ക് ഒഴിവാക്കാം. കാരണം നമ്മളിവിടെ ജൂനിയർ ബീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ജൂനിയർ ബീസ് പറഞ്ഞിട്ടുണ്ട്. ഈ ജൂനിയർ ബീസും ഈ നെക്സ്റ്റ് 50യും ഒരേ ETF തന്നെയാണ്, ഒരേ ബെഞ്ച് മാർക്കാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഒഴിവാക്കാം. അടുത്ത ICICI Prudentialൻ്റെ നെക്സ്റ്റ് 50 ഉണ്ട്, അത് ഒഴിവാക്കാം. SBIക്കുണ്ട് നെക്സ്റ്റ് 50, അത് ഒഴിവാക്കാം. UTIയുടെ നെക്സ്റ്റ് 50 ഒഴിവാക്കി. അടുത്ത് മിറായി അസറ്റിൻ്റെ മാനുഫാക്ചറിങ് ETF ആണ്. മെയ്ക്ക് ഇന്ത്യ എന്നാണ് ആ ETFൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ETF നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ETF ആണ്. എന്നാൽ പോലും ഇതൊരു സെക്ടോറൽ ETF ആണ്. പക്ഷേ ഈ വർഷത്തെ ചാർട്ടുകളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം മെയ്ക്ക് ഇന്ത്യക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബജറ്റിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബജറ്റും കൂടെ പരിഗണിച്ചതിന് ശേഷം ഈ ഒരു ETF പരിഗണിച്ചാൽ മതി. 94 രൂപയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ഒരു വർഷം മുമ്പത്തെ പ്രൈസ്. 155 രൂപ വരെ ഈ ഒരു ETF മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് നല്ല രീതിയിൽ പോയതുകൊണ്ടാണ് ETFകളൊക്കെ നല്ല പെർഫോമൻസ് തരുന്നത് കേട്ടോ. മാർക്കറ്റ് അത്ര നല്ലതല്ലാത്ത രീതിയിലാണ് പോയിട്ടുള്ളതെങ്കിൽ ETFകൾ അത്ര പെർഫോമൻസ് തരില്ല. പക്ഷേ അത് അടുത്ത വർഷങ്ങളിൽ ഓവർകം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ HDFCയുടെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ETF ആണ്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ETF ആണ് ഈ ഒരു ETF. ഇത് സ്മോൾ ക്യാപ്പ് കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വളരെ നല്ല റിട്ടേൺ ആണ് ഈ ഒരു ETF തരുന്നത്. ഏതാണ്ട് 110 രൂപ 111 രൂപ വില ഉണ്ടായിരുന്ന ETF ഇപ്പോഴത്തെ വില 173 ഇത് ഈ ദിവസം തന്നെ, ഇന്ന് തന്നെ 182 മുകളിൽ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന് മുകളിൽ 183 വരെ ഇത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്മോൾ ക്യാപ്പ് ETF എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ETF ആണ്. HDFC SML 250 എന്ന് നല്ല റിട്ടേൺ ആണ് തരുന്നത്. അതേപോലെ മാർക്കറ്റ് ഇടിയുമ്പോൾ നല്ല രീതിയിൽ ഇടിയും, മാർക്കറ്റ് കയറുമ്പോൾ നല്ല രീതിയിൽ കയറും. അതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായത്. മാർക്കറ്റ് ഇടിയുമ്പോൾ ഇടിയണം, എന്നാലല്ല നമുക്ക് അതിനുവേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഒരു ഇടിവിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഇടിവ് നമുക്ക് വളരെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കണം. അടുത്തത് കൊട്ടക്കിൻ്റെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 50 ETF ആണ്. മിഡ് ക്യാപ്പ് എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ETF കൂടി നിങ്ങൾക്ക് പരിഗണിക്കാം. മാർക്കറ്റ് ഇടിയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്താണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ സെക്ടോറൽ ETFകൾ കൂടി പരിഗണിക്കാവുന്നതാണ്. അത് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല, അത് മറ്റൊരു വീഡിയോയിൽ കവർ ചെയ്യാം. കാരണം അത് കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ റിട്ടേൺ കൂടുതലായിരിക്കും, റിസ്ക്കും കൂടുതലായിരിക്കും. ഇതിനും റിസ്ക് ഉണ്ട്, പക്ഷേ താരതമ്യ റിസ്ക്കും റിട്ടേണും കുറവായിരിക്കും. അപ്പം മിഡ് ക്യാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ETF 104 രൂപയൊക്കെ ഉണ്ടായിരുന്നു, 165 രൂപ വരെ പോവുകയുണ്ടായി. മിഡ് ക്യാപ്പിൽ ഒരുപാട് ETFകളുണ്ട്, അതായത് പല പല കമ്പനികൾ ചെയ്യുന്ന ETFകൾ. അപ്പോൾ എന്തായാലും തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ETF-നെ കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും തൽക്കാലം മാർക്കറ്റ് ഇടിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ETFകളും കാര്യങ്ങളും കിട്ടി. സ്ട്രാറ്റജി ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ചാർട്ട് നോക്കുന്നവരാണെങ്കിൽ ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോഴൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് താഴേക്ക് പോകുമ്പോൾ കേട്ടോ, മാർക്കറ്റ് താഴേക്ക് പോകുന്നു, ആ താഴേക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഗ്രീൻ ക്യാൻഡിൽ ഡെയിലി ചാർട്ടിൽ വരികയാണെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതങ്ങ് പാതാളത്തിലേക്ക് പോകുന്നില്ല, ഇതിങ്ങനെ താഴേക്ക് പോയി ഇടയ്ക്ക് ഗ്രീൻ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇട്ട് കയറിപ്പോകണം നിർബന്ധമൊന്നുമില്ല. എന്നാൽ
നമ്മുടെ ഒരു സ്ട്രാറ്റജിയാണത്. അത് നമ്മൾ മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകുമ്പോൾ നമുക്കത് പ്രോഫിറ്റ് കിട്ടും. ഇനി അതല്ല എങ്കിൽ ഓരോ 500 പോയിൻ്റ് ഇടിയുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാം. 500 എന്ന് പറയുന്ന റൗണ്ട് ഫിഗർ തന്നെ എടുക്കുക. കാരണം മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ചാണ് മൂവ് ചെയ്യുക. ഈ റൗണ്ട് ഫിഗറുകളിലൊക്കെ സെൻറ്റിമെൻറ്റ്സ് നല്ല രീതിയിൽ വർക്കൗട്ടാവും. അതുകൊണ്ട് തന്നെ അത് ടച്ച് ചെയ്യാനും അവിടെ വരാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ റൗണ്ട് ഫിഗറുകളിൽ സപ്പോർട്ട് എടുക്കാനും റെസിസ്റ്റൻ്റായിട്ട് റൗണ്ട് ഫിഗറുകൾ ആക്ട് ചെയ്യാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് റൗണ്ട് ഫിഗറിൽ തന്നെ എൻട്രി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ 500 പോയിൻ്റ് ഇടിയുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഘട്ടം ഘട്ടമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ മാർക്കറ്റ് ഒരു ബോട്ടം തരും. അതിനുശേഷം മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ആകുകയും ചെയ്യും. പിന്നീട് നമുക്ക് ഇത്ര കോഷ്യസ് ഒന്നുമില്ല. അങ്ങനെ റിവേഴ്സായി മാർക്കറ്റ് ഇന്നലത്തെയൊക്കെ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ സംഭവവും നമുക്ക് പ്രോഫിറ്റിലായിരിക്കും. പക്ഷേ കുറേശ്ശെ കയറും തോറും നമുക്ക് പ്രോഫിറ്റ് വരുന്നത് ഒരു 5-10% എന്ന രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും സാധിക്കും. അങ്ങനെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഹോൾഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ബുക്ക് ചെയ്യാനാണ് പറയുക. കാരണം നമുക്ക് വീണ്ടും ഫണ്ട് വേണം. എന്തെങ്കിലും അൺസർട്ടനിറ്റി മാർക്കറ്റ് വീണ്ടും ഇടിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാകണം. അതുകൊണ്ട് ബുക്ക് ചെയ്യുക. വേറെയും ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ പല ഘട്ടങ്ങളിൽ. അപ്പോൾ ഇനിയും താഴേക്ക് വന്നാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എപ്പോഴും ഒരു ഫണ്ട് മാറ്റി വെക്കുന്നത് നമുക്ക് നല്ലതാണ്. ഈവൻറ്റുകളിൽ കുറച്ച് കൂടുതൽ ഫണ്ട് മാറ്റി വെക്കുന്നത് വളരെ നല്ലതാണ്. മാർക്കറ്റ് എന്തായാലും ഇടിയാതിരിക്കട്ടെ. ബജറ്റ് എല്ലാവർക്കും അനുകൂലമായിട്ട് വരട്ടെ. ജനങ്ങൾക്ക് ചിലപ്പോൾ അനുകൂലമായിട്ട് വരുന്ന ബജറ്റ് മാർക്കറ്റിന് അത്ര നന്നാവണമെന്നില്ല. അതാണ് ഞാൻ ഈ കാര്യം പറയാൻ മറ്റൊരു കാരണം. കോർപ്പറേറ്റുകൾക്ക് നല്ല രീതിയിൽ വരുന്ന ബജറ്റുകൾ ജനങ്ങൾക്ക് ചിലപ്പോൾ, അതായത് സാധാരണ ജനങ്ങൾക്ക് അത്ര ഉപകാരപ്പെടണമെന്നില്ല. അത് മാർക്കറ്റിന് ഭയങ്കര ഇഷ്ടമാണ്. അതായത് കോർപ്പറേറ്റുകൾക്ക് നല്ല രീതിയിൽ വരുന്ന ബജറ്റുകൾ. ഓക്കെ, എന്തായാലും നമുക്ക് ഈ മാസം 23-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാം. എന്താണ് ബജറ്റ് എന്ന് നോക്കാം. എല്ലാവരും ഈ ഒരു അവസരം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. ബജറ്റിന് ശേഷം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളുടെ വീഡിയോയും കാര്യങ്ങളുമൊക്കെ ചെയ്യാം. ഇപ്പോൾ തന്നെ നല്ല റിസൾട്ട് വന്ന സ്റ്റോക്കുകളുണ്ട്. മാർക്കറ്റ് ഈ കണ്ടീഷൻ ആയതുകൊണ്ടാണ് പറയാത്തത്. അതിൻ്റെ വീഡിയോ ഉടനെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് നോക്കിയിട്ടാണ് ഞാൻ അടുത്ത സബ്ജക്റ്റ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുന്നത്. ETF വീഡിയോ ഒരുപാട് പേര് ആവശ്യപ്പെട്ടായിരുന്നു. പക്ഷേ ETF വീഡിയോയ്ക്ക് ഇച്ചിരി റെസ്പോൺസ് കുറവായിരുന്നു. അതാണ് നമ്മൾ ലേറ്റ് ആയത്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് വളരെ നന്നായിട്ട് നിങ്ങളുടെ പണം ഇവിടെ വിനിയോഗിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രോഫിറ്റ് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു അവസരം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് വളരെ ഇഷ്ടമാണ്, ETF സബ്ജക്റ്റ് വളരെ ഇഷ്ടമാണെങ്കിൽ നല്ല ലൈക്ക് തരിക. അങ്ങനെയാണെങ്കിൽ ഇനി ഇതിൻ്റെ സെക്ടോറിയൽ ETFകളും പിന്നെ അതിൻ്റെ ഒരു പോസിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ചെയ്യാം. അങ്ങനെയല്ല എങ്കിൽ നമുക്ക് സ്റ്റോക്കിൻ്റെ റിസൾട്ട് ബേസ്ഡ് വന്നിട്ടുള്ള സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.